ഇനി തുടങ്ങാണ്. ഈ സ്ഥലത്തിനെ കുറിച്ച് താങ്കൾക്ക് എന്താ? മറ്റേ അവര് പറ്റ പൊളിഞ്ഞിങ്ങനെ കായ് പോയി അവിടെ എന്തൊക്കെ എടുക്കുന്നുണ്ട് ആൾക്കാര്. ആ കായ് പറ്റ പോയി. മുബശ്ശേരി കൊടുത്താണ് ഞങ്ങളെ ചതിച്ചു, ഞങ്ങളെ വഞ്ചിച്ചു. ചതിച്ചതാ. പറഞ്ഞിട്ടല്ലേ നമ്മളെങ്ങോട്ട് വന്ന് അടിപൊളി സ്ഥലം പറഞ്ഞിട്ടല്ലേ. പണ്ട് കോളേജിൽ നിന്ന് പോയിക്കണം പണ്ട് ഈ സാധനല്ലേ ഞാൻ എല്ലാ കോളേജിലും വന്നേന്ന് കണ്ടപ്പോഴല്ലേന്നു വേറെ സ്ഥലത്ത് വന്നത്. സത്യം ഡാമിന്റെ തലപ്പോടെ ഇടുക്കി ഡാം എന്ന് പറഞ്ഞ വലിയ ഡാമില്ല. സംഭവം നമ്മള് എന്താണ് ഇതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പറയും? വന്നില്ലല്ലോ കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഒരു അഭിപ്രായം ഉണ്ടാവില്ല. അഭിപ്രായം പറയാൻ പറ്റുമോ? ഒറ്റ നാടത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നല്ല ചെമ്പൻ കിട്ടും, ചൂണ്ടിട്ടല്ല മീൻ കിട്ടിപ്പോ. കല്ലെടുത്തിന്റെ വെള്ളത്തിൽ എത്തുമോ? എവിടെ എത്തുന്നു? അവിടെ ആ ഇതിന്റെ മരത്തിന് മുകളിലല്ല കാണുന്നത്, മുകളിലല്ലേ, മുകൾ ഭാഗമല്ലേ കാണുന്നത്? എവിടെ എത്തുന്നു? അനക്കെന്താ പറയുക? തിരിച്ചു പോവാണ്. അപ്പൊ ഗൈസ് ഇവരൊക്കെ പാടി മൂഞ്ചി കുത്തി. ഞങ്ങൾ കൂടുന്ന രണ്ടാൾക്കാരുണ്ട്, അവരെ കാണിച്ചരാ, കൂടുന്ന ആൾക്കാരെ കാണിച്ചരാ. കൂളിംഗ് ഗ്ലാസ് എടുക്കാൻ പോയത്. ആര് കാണാനാണോ? താങ്കൾക്ക് ഇതിനെ കുറിച്ചിട്ട് ഇപ്പൊ എന്താണ് പറയാനുള്ളത്? നല്ലൊരു സ്ഥലമാണ്, അടിപൊളി സ്ഥലം. അടിപൊളി സ്ഥലം. ഡാമ് മൊത്തമായിട്ട്, ഡാമിന്റെ വൃഷ്ടിപ്രദേശം മൊത്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ഇവര് പറയുന്നത്. ഇത് നമുക്ക് എവിടെ പോയി കാണാൻ പറ്റും? അതെ, എവിടെ പോയി കാണാൻ പറ്റും? അപ്പൊ കണ്ടില്ല, ഇടുക്കി വന്നിട്ട് കണ്ട ഒരു സ്ഥലം. ഈ സ്ഥലത്തിന് എന്താ പറയാ? കാൽവരി മൗണ്ട്. കാൽവരി മൗണ്ട്. കാൽവരി മൗണ്ട് എന്നാണ് അത്ര ഇതിന് പറയാ. യെസ്, വെരി വെരി ബ്യൂട്ടിഫുൾ. ഞങ്ങൾ കൊടുന്ന ആള് അവനാണ്. കറുപ്പ് ടീഷർട്ട്. ഞാൻ അടിപൊളി സ്ഥലം എന്നൊക്കെ പറഞ്ഞു കൊടുന്നാണ്. ഒന്നുമില്ല ഇവിടെ കണ്ടെങ്കിൽ എന്തല്ല ഇവിടെ. ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോ എന്താ ചെയ്യേണ്ടി? എന്ത് ചെയ്തു പറയും? ക്യാമറമാൻ നോക്കൂ, എന്തല്ലേ പുല്ലുംകാട്ടില് ഒരാളാ പോണു ഗൈസ്. ഇങ്ങനെ ക്യാമറ ഉണ്ട് കേട്ടാ, ശ്രദ്ധിച്ചോ. ഇവിടെ ക്യാമറ ഉണ്ടല്ലേ? വീഡിയോ എടുക്കണ ഇനി ഫൈനറ്റ് അടക്കണോ? ഇതെന്ത് കാണാൻ ലൂസാണ് തലക്ക്. ഓ പൊളി മൈൻഡ്. നോട്ടെ നോക്കിക്ക കണ്ണാട്ടിട്ട് മൊട്ടുണ്ടല്ലോടാ. ഒരു പൊളി ഫ്രീക്ക്. ആ പോണ് ഒരു കുപ്പി വെള്ളം ചെണ്ട് വരില്ല അകത്തേക്ക്. ഒരു ബോട്ടിൽ തന്നെ പോവിടുന്നേ. വേറെന്താ? അതായത് ഇതെന്താ അറിയോ? പീസ്, സമാധാനം അല്ലേ? സമാധാനമുള്ള അവിടെ ഇറങ്ങണ്ട പോരുന്നു. എന്താ അലാറാണ് അവന് പണി വിളിക്കാൻ. അപ്പൊ കണ്ടില്ല, അതാ അവിടെ എന്തൊക്കെയുണ്ടോ കൊറേ. അവിടൊക്കെ ഒന്ന് പോയേക്കല്ലോ. ഇവിടെ മാത്രമൊന്നുമില്ല. കണ്ട ചൂടാണ്ട് എടാ അങ്ങോട്ടൊക്കെ കേറാൻ പറ്റൂടാ. വാ അങ്ങോട്ടൊക്കെ പോയേക്ക. വാ ഇപ്പൊ ഉണ്ടല്ലേ. താങ്കൾ ഇതിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കൂ. അതാണ് ഗൈസ്, 2 വാക്ക് തന്നെ. ഇനി താങ്കൾ 2 വാക്ക് പറയൂ. അടിപൊളി സ്ഥലം. ഒരു വാക്കായിട്ടുള്ളൂ, ഒന്നും കൂടിയോ? അടിപൊളി സ്ഥലം. ഓക്കെ, 2 ആയി. നട്ട് ഉച്ചൊന്നല്ല, ഇത് 9:45 9:45 നട്ടുച്ചെന്ന് പറയാ. നട്ടുച്ച അത് സാധിക്കില്ല. ജിമ്പല് ഇതെന്താ സംഭവം അറിയോ? ഇവരെ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഫോണ് ഏതാ S24 S23 ഫോണ് വായക്ക് കുത്തെടുക്കണ മാതിരി. ആ ഇവിടെ ഇരിക്കുക ക്യാമറ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ഫോട്ടോ മുളക്കൊല്ല 1 ലക്ഷം രൂപ ഫോണിന്. മോഹൻലാല് പേരാണ്. പൈസ തൊട്ട് പവർ നമുക്ക് ഫോട്ടോ കിട്ടിയാൽ മതി. അതെ,
എടുത്തിട്ടാ നല്ല വെയിലാണ് ചെങ്ങായി തണുപ്പോ നല്ല വെയിലാണ് ഇന്നത്തെ വെയിലിന് കറുത്ത കാല് ഇത് കണ്ടോളി ഇന്നത്തെ വെയിലിന് കറുത്തതാണ് ഒരു ഫോട്ടോ പാവാണ് ഒരു ഫോട്ടോ ഒരു ഫാമിലി ഈ സംഖ്യ കൊടുത്താൽ മതിയോ അങ്ങനെ അവസ്ഥ അതൊന്നും പറയട്ടെ ഹലോ ഗൈസ് അങ്ങനെ അവിടുത്തെ കുറച്ച് കുസൃതികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായ സ്ഥലമാണ് ഗൈസ്. ഓരോരുത്തർ കണ്ടില്ലേ ചാരി കളിക്കുന്നത് ഹിഡൻ പ്ലേസസ്. അതെ, ഹിഡൻ പ്ലേസസ്. ആരും ഇടുക്കി പ്ലേസ് ഒന്നും കണ്ടിട്ടുണ്ടാവില്ല, കാരണം ഞങ്ങളത് ആദ്യം കണ്ടുപിടിച്ചത് തന്നെ ആയിരിക്കും. എടാ ഒന്നും കാണുന്നില്ല കണ്ടോ, അയ്യപ്പനോ ഒന്നുമില്ല. അതെ, അയ്യപ്പനോ ഒന്നുമില്ല. ഇവിടുന്ന് അവിടെ പോയാൽ അങ്ങമ്പടി കണ്ടോ. അപ്പൊ ഗൈസ്, ഇതൊക്കെ നേരിട്ട് കാണണം ഗൈസ്, എല്ലാവരും ഒന്നും പറയാനില്ല. എന്താ സംഭവം അടിപൊളി. അടിപൊളി എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി. എനിക്ക് എന്താ പറയാനുള്ളത് ഇപ്പൊ പറഞ്ഞോ. സെറ്റ് ഇവിടെ വീണാ ചാവൂലേ, ഇന്ന് ഇവിടെ നമുക്ക് മാറിക്കാം, അല്ലെങ്കിൽ ആൾപ്പടമാകും ഗൈസ്, ആൾപ്പടമാകും ഗൈസ്. അതുകൊണ്ട് മുഖം കേൾക്കാന്ന് വിചാരിച്ചു, പക്ഷെ ഇപ്പത്തെ വെള്ളം കാണുമ്പോ മുഖം കേൾക്കാനൊന്നും തോന്നുന്നില്ല. പക്ഷെ സ്ഥലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സ്ഥലം. അതെ, വെച്ചുണ്ടാക്കാന് പറ്റിയ സ്ഥലം. ഊഞ്ഞാലാടാനും പറ്റൂ. ഈ വ്ളോഗർ ഒന്ന് ഊഞ്ഞാലാട്ടെ. എന്താ ഇതൊന്നെ കൊണ്ട് ഒഴുകി പോയാണ്ടല്ല. എനിക്ക് എന്താ പറയാനുള്ളത്, എവിടെ എത്തൂല ഒഴുകി പോയാല് കാറ്റുണ്ടാവും, പഞ്ചറാവും, പിന്നെ ഒന്നിനും പറ്റൂല. ഇപ്പല്ല വെള്ളമുള്ള ടൈമിൽ വരണം. ഈ തോട് പോലത്തെ വെള്ളത്തിൽ വന്നിട്ട് വെള്ളം കണ്ടില്ല ഗൈസ്, നമുക്ക് അപ്പുറം പോയതാ. ട്യൂബൽ തീരം അല്ലേ അത്? ഇത് നമ്മൾ വന്ന രണ്ട് സ്ഥലം മറ്റേ ബോറായി എന്നാണ് റാശി പറയുന്നത്. റാശിക്ക് ഇപ്പോഴും ആകെ 8 ആളെ വന്ന. ഈ 8 ആളെ ഈ ടൂറിസ്റ്റ് പ്ലേസ് ഇല്ലല്ലോ, ഞാൻ കൊടുന്ന ആൾ വീണ്ടും പൂച്ച. അപ്പോ നിങ്ങൾ ഇതിന്റെ ബോധി ഒരു 2 വാക്ക് സംസാരിക്കണം. ഇങ്ങോട്ട് നോക്കി തന്നെ എന്റെ ബോധി ഞാൻ 2 വാക്ക് സംസാരിക്കണമല്ല. സംസാരിക്കൂ, 2 വാക്ക് എന്നെ കുറിച്ച് 2 വാക്ക്. പോവില്ല, നീ വെള്ളം ആസ്വദിക്കാൻ പഠിക്കൂ റാശി. ഈ വെള്ളത്തിലാ നമുക്ക് രാമക്കൽമേടുന്ന് നമുക്ക് ഇന്ന് വൈകുന്നേരം ഇവിടുന്ന് വിട്ടാലോ? ഇരിക്കലൊന്നുമില്ല. ഈ നായ്ക്കൾ താങ്കൾക്ക് എന്താ ഇതിനെ കുറിച്ച് പറയാല്ലേ? അവനക്കൊന്നും പറയാൻ പറഞ്ഞത്. ഇതിന്റെ സൂത്രധാരൻ മുബഷിറായിരിക്കുന്നു. പക്ഷെ രസമുണ്ടല്ലേ സംഭവം, ഒരു വൈബ് സ്ഥലം. കമന്റ് അടിക്കണം നമുക്ക്. നമ്മൾ ആരും പോവാത്ത വൈക്കിലൂടി വേണം നമ്മൾ നടന്നു പോവാൻ. എന്താണ് കാണണേ? ഇതാ വെള്ളച്ചാട്ടം കേട്ടില്ലേ? നിന്റെ അഭിപ്രായത്തിൽ ഈ ഒരു വള്ള സമയത്ത് ഇതിന്റെ ഒപ്പം വെള്ളം ഉണ്ടാവൂട്ടാ, കാരണം അവിടെ കണ്ട് ഇച്ചെട്ടിന് അതിന്റെ ഹൈറ്റില് വെള്ളം ഉണ്ടാവും. ഞാൻ വീട്ടിലെത്തിപ്പെടാം.
നെയ്ച്ചോറ് അത് നല്ല എനിക്ക് നെയ്ച്ചോറ് ഇവിടെ അടിക്കാം. അതെ നെയ്ച്ചോറ് ഇവിടെ അടിക്കാൻ എനിക്ക്. അതിന് അടുത്ത സ്ഥലത്ത് കപ്പഞ്ഞിപ്പാവ് എടുത്തോണ്ട് ഏയ് ഇത് നല്ല സ്ഥലമുണ്ട് റാഷിയ. റാഷിയ ഈ കാണുന്ന ആദ്യം കുടിക്കണ്ടേ? അത് പോണ വഴിക്കൊന്നും കുടിക്കാതെ തന്നെ ഞാൻ വന്ന ഒരാൾ നടന്നു അങ്ങ് ക്ഷീണിച്ചിരിക്കുന്നു. താങ്കൾ ഉറങ്ങാനാണോ യാത്രക്ക് വന്നിട്ടുള്ളത്? മറ്റേ ചെക്കൻ പറഞ്ഞാല് ദൈവമേ മനുഷ്യരുടെ കാൽപാദം കുറഞ്ഞ സ്ഥലത്ത് എന്തൊരു മനോഹരമാണെന്ന് എല്ലാരും പറഞ്ഞിട്ടുണ്ട്. ആ കാഴ്ചയിലാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഗൈസ് കാണുന്നത്. അപ്പോ ഈ മനോഹരമായ കാഴ്ച അപൂർവങ്ങളിൽ അപൂർവമായ ആൾക്കാർക്ക് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇതിവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. മനുഷ്യന്മാരെ കാൽപാദം എത്താത്ത സ്ഥലം എത്ര മനോഹരമാണെന്നാണ് എല്ലാരും പറയുന്നത്. അതാണ് ഇതിനെ കുറിച്ച്, ഈ മനുഷ്യന്മാരെ കാൽപാദം പറയുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? പൊട്ട മനുഷ്യന്മാർ അമ്മായി വന്ന് അതെ മറ്റേ നമുക്ക് ഇന്നലെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. പക്ഷെ ഇവർക്കൊന്നത് വൃത്തി കൊണ്ടെടുക്കാം. മലവെള്ളം എപ്പം വേണമെങ്കിലും ഇതിൽ നിറഞ്ഞു വയ്ക്കാം. അതുകൊണ്ട് വൃത്തി വേണമെന്നില്ല, ആവശ്യമില്ല. മലവെള്ളം എപ്പം വേണമെങ്കിലും പതിച്ചാൽ അത് ഫുള്ള് പാലം മൊത്തം ക്ലിയർ ആവും. വെള്ളം ഒഴുകി വരടാ ഫുള്ള് അവിടുന്ന് മുകളിൽ കിട്ടൂലേ? കാരണം ആ ഒരു ഐറ്റില് ഇതുണ്ടാവും. ആയിട്ട് വെള്ളം വരും. കാതറാക്കും ചെറിയ കുട്ടികളുമായിട്ട് ഊഞ്ഞാടാതെ എനിക്കൊന്ന് ഊഞ്ഞാട്ടിക്കണേ. ഞാൻ ചോദിട്ടില്ലേ, ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ചോദ്യമാണല്ലേ. മൂത്ത് വെട്ടാനായിരിക്കും ചെറിയ കുട്ടിയെ നടക്കണം. അവിടെ ഭയങ്കരമായ ഒരു ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫോട്ടോഷൂട്ടിന്റെ അത് ഭയങ്കരമായ ഒരു ഇവനെ എന്തെങ്കിലും ചെയ്യുക ഗൈസ്. ഇവന്റെ കാര്യത്തിൽ തീരുമാനമാക്കി തരുമോ ഗൈസ്? ഗൈസ് ഞങ്ങൾക്ക് വേറെ സ്ഥലം കാണിച്ചില്ല ഗൈസ്. താത്തയുടെ കൊച്ചു മോള് ഞങ്ങളുടെ ചെയ്യാ. അപ്പൊ ഗൈസ് നമുക്കൊരു വടി ഇട്ടിട്ടുണ്ട് ഗൈസ്. ഈ വടി കൊണ്ടാണ് ഗൈസ് ഇനി നമ്മൾ യാത്ര തുടങ്ങാൻ പോകുന്നത്. ഒരു യാത്രയിൽ എപ്പോഴും മുഖ്യം എന്താണ്? വകതിരിവല്ല, ഒരു വടിയാണ് ഗൈസ്. ഒരു വടി ഉണ്ടെങ്കിൽ യാത്ര അത് മനോഹരവും അത് സമാധാനപരവുമായ. ഒന്ന് മാറിക്കണം. ഞാൻ എടുക്കൂല, ഞാൻ കണ്ട എടുത്തലാ. താങ്കൾക്ക് ഈ ഊഞ്ഞാലിലാടുന്നതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കുറെ കാലത്തിന് ശേഷം ഊഞ്ഞാലിലാടുന്ന ഒരു കുട്ടിയുടെ ആനന്ദവും സന്തോഷവുമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു കുട്ടീന്റെ സന്തോഷകരവും ആനന്ദകരവുമായ ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഊഞ്ഞാലിലാടുന്ന ഒരു വിദ്യാർത്ഥിയാണിത്. അല്ലാ തല ഇറങ്ങുന്നു ഗൈസ്. ആർക്കെങ്കിലും ഉണ്ട് ഗൈസ് ഊഞ്ഞാലാടുമ്പോ തല ഇറങ്ങും ഛർദിക്കാൻ വന്നൊരു? പക്ഷെ എനിക്കുണ്ട് ഗൈസ്, തല ഇറങ്ങി ഛർദിക്കാൻ വന്നു ഗൈസ്. എന്താണ് നമ്മളെ തീരുമാനം പറയൂ. എക്സ്ക്ലൂസീവ് ന്യൂസിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റൻ എന്താ ഓർഡർ ചെയ്ത്? ചിക്കൻ കൊണ്ടാട്ടോ. കാതർഭായി എന്താ ഓർഡർ ചെയ്ത്? ചിക്കൻ ബിരിയാണി. ഞാൻ എന്താ ഓർഡർ ചെയ്ത്? സർപ്രൈസ്. നെടുകൊണ്ടം പഞ്ചായത്തിൽ ചിക്കൻ ബിരിയാണി പറയുന്നത്
ട്രക്കിന്റെ കാതറാക്ക മന്തിയിൽ അൽഹംദുലില്ലാ റാത്ത് എങ്ങനെയില്ല എന്താ പന്തലിക്കണം തൈര് മുളക് കൊണ്ടാട്ടം അപ്പൊ എല്ലാവരും ബിരിയാണി ചെയ്യണം. ഞാൻ തന്നെ ഞാൻ സ്പെഷ്യലാണ് കാണിച്ചില്ല പരിപാടി എന്റെ വണ്ടി ഇവരെല്ലാം വരി ഈ കേറാൻ വയ്യാത്ത ഇന്നെ വണ്ടിയിലേക്ക് കുന്തി ചവിട്ടി കയറ്റുന്നു ഗൈസ്. ഇത് എത്രയും ഗുരുതരവും മാനസികവുമില്ലാത്ത ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഇവരെന്നെ ചവിട്ടിട്ട് വണ്ടി ഉള്ളിൽ ആക്കിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഹായ് ഒരു ഹായ് കൊടുക്കൂ. ബായ്. ആദ്യം നിങ്ങൾ ഇന്നെ കുറിച്ച് അറിയണമെങ്കിൽ ആദ്യന്റെ ഫ്ലാഷ് ബാക്ക് അറിയണത്. പിന്നെ പോകുമ്പോ എന്റെ പേരെ ഇവന്റെ 2024 ഒരു വലിയൊരു കോമഡി ഇറക്കിയിട്ടുണ്ട്. ജ്യൂസ് അവളാണ് ഇറക്കി തരും. ടൂറ് വന്നിട്ട് രാവിലെ പോയത് 8 എത്ര മണിക്ക് എത്തി നമ്മള് 7 എത്തിച്ച് ഇപ്പൊ ടൈം എത്ര എന്നറിയോ 1 മണി. അപ്പോൾ എല്ലാവരും ഇവരൊക്കെ വണ്ടി പോയാലാണ് 7 മണിക്കൂർ 8 മണിക്കൂർ ഉറങ്ങിയാണ് സംസാരിക്കുന്നത്. അവിടെ 1 മണി വരെ ചെത്ത സമയം. അതെ പിന്നെ ഇറങ്ങി പാട്ടേ പാടരാ എന്തായാലും എല്ലാരും കിടന്നുറങ്ങി. ഓക്കെ ചെണ്ട ബാഗ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ബാഗാണ് ഗൈസ്. ഈ ബാഗിലാണ് എന്താണ് ഞങ്ങളെ കൂട്ടത്തിലെ ഒരു VIP ടൂർ വന്നാണ് ഒരു ദിവസത്തിന്. കണ്ടുപോയി 3 ദിവസത്തിന് വരുന്ന ഒരാഴ്ചക്ക് വരണമായി നാം വന്നിക്കണേ. അത് ആരാന്നുള്ള ഇപ്പൊ കേൾപ്പിച്ചതാ സായിക്ക. കറക്കിന്റെ ആദ്യൊരു തോട്ടില്ല തോർത്തുണ്ടില്ല. കുട്ടാരി തോർത്തിക്കോ. തോർത്തുണ്ട്. ഫേസ് വാഷ് കൊടുക്കുന്നത് വേറെ ആരാ വരുന്നേ? അത് നമ്മുടെ കമലാസൻ തന്നെയല്ലേ? കമലാസനൻ പേർഷ്യന്ന് വരുന്നേ. الوهادين قلابة ملنا
ഒടുവിൽ ഞാൻ എന്റെ മാതൃരാജ്യത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. എന്റെ കമലാസന എന്താ ഇത്? വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാറ്റം എന്റെ പുറത്ത് വെച്ച് തേച്ച് എന്നെ അപമാനിക്കുന്നുവോ? മാഫി മുഷ്കിൽ, എന്തൊരു മുഷ്കിൽ വേണം. ഓ അപ്പു മേസ്ത്രിയോ? ഇത് മേസ്ത്രിക്ക് ഇരിക്കട്ടെ. ഇതുപോലെ പളപള മിന്നുന്ന ഒരുപാട് കുപ്പായങ്ങൾ ഇനി മേസ്ത്രിക്ക് തയ്ക്കേണ്ടി വരും. About you something, you know. Yeah. Yeah, of course. Yes. Yeah. Yeah. And this is Something like yeah. this is my part. Yeah. Irish. Yeah. Yes. Yes. In India. Yes. Yeah. There's cardamom and spices. എന്താ ചേട്ടാ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കാം. സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. തോന്നുന്നു അഭിപ്രായങ്ങൾ കൂടുതലാണ്. ഇത് നടന്നു കയറാൻ മറ്റേത് സെറ്റാണെന്ന് പറഞ്ഞു. എല്ലാരും സെറ്റിക്കോളി. ഇങ്ങനെ കാണിച്ച ഫുള്ളായിരുന്നു. ഫുള്ള് ജോൺ ഫ്രണ്ട് കയറുന്നപ്പോ നോക്കട്ടെ. ഗൈസ്, അപ്പൊ നമുക്ക് ഇതില് നമ്മളെ ഒരു ഗൈഡായിട്ട് വരുന്നത് നമ്മളെ ഖദ്രാക്കേന്. അപ്പൊ നമുക്ക് സ്ഥലമൊക്കെ എങ്ങനെയുണ്ട് നോക്കാം. എല്ലാരും ഇതാ കുറച്ച് നടന്നപ്പുറത്തിന് പൊളിയായല്ലോ. അപ്പൊ നമ്മള് കാടിന്റെ കൂടെ നൊയഞ്ഞു പോവുകയാണ് ഗൈസ്. ഇതെന്താ അങ്ങനെ കേറട്ടെ. എന്തേ പറയാളേ? കേറോ. കുട്ടിക്ക് നോക്കട്ടാ. കാട് കയറിക്കൊണ്ടിരിക്കട്ടോ. ഈ നിമിഷം എന്ത് സംഭവിക്കാം? കാട്ടുകൂടിയാണ് മോനെ. കാട്ടിലാണ്. അപ്പോൾ എങ്ങോട്ട് കോസ്റ്റ്യൂം ഉണ്ട്? ഇന്നത്തെ കോസ്റ്റ്യൂം ഇതാട്ടോ. കാട്ടിലുള്ള കൂടി ഇതിനെ കരച്ചു ഗൈസ്. എനിക്കേറ്റവും വൈകി പോകുന്നു. നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പിന്നെന്തോ ഒരു ജീപ്പിലെന്തോ ഒരു റൈഡ് ഉണ്ട് കേട്ടോ. അതിനെന്തോ 1800 റുപ്യാണ് അങ്ങനെന്തോ പറയും സംതിങ്. അപ്പോൾ അതെങ്ങനെ ഇത് കഴിഞ്ഞിട്ട് നോക്കാച്ചിട്ടാണ്. ഇതെന്തായാലും നടന്ന് കയറണം തന്നെ. മറ്റേത് ഇത് കഴിഞ്ഞിട്ടാണ് ജീപ്പിലുള്ള റൈഡ്. ആദ്യം ഇതെങ്ങനെയുണ്ട് നോക്കട്ടെ, എന്നിട്ട് ബാക്കി വഹിക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് പോവാച്ചിട്ടാ. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. എന്താണോ സംഭവം അറിയാൻ വേണ്ടിയിട്ട്. അല്ലോ കതറൊക്കെ ഒന്ന് ചെടിയുണ്ട്. മുള്ളുണ്ട് മോനെ. താങ്ക് യു സോ മച്ച്. ഇവിടെ വെള്ളം പോണ്ടല്ലോ. വയ്യോ ഗൈസ്. ഇതിൽ കൂടി വെള്ളം ഒഴുകി പോകുന്നുണ്ട് ഗൈസ്. കാട്ടാന വന്ന നമ്മളെന്താ കാട്ടാന എന്താണ്? ഓക്കെ, താങ്ക് യു സോ മച്ച്.
ഇതൊക്കെ ഒരു അതെങ്ങനെ അപ്പൊ ഇതൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് കുറഞ്ഞുണ്ടോ കുറഞ്ഞു കളിക്കാണ്ട് പോകും ഗൈസ് പക്ഷെ ഇതൊരു ഒരു എന്താണ് ഇത് ലൈഫില് ഈ ഒരു പൊടി ആൾക്കാരിക്കൂല കാല് കടഞ്ഞിട്ടേ നടക്കാ. ഇത് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇങ്ങനെ നടക്കാനും ഇതിനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നടക്കാം, അല്ലാത്തവർക്ക് ഒക്കെ ഇത് വെറും വേസ്റ്റ് ആവും. ഓർമ്മണ്ടാ മക്കളെ നോക്കിയോ അങ്ങനെ നമുക്ക് അടികൂടി പോവാ. നമുക്ക് എപ്പോഴും നിങ്ങൾ അങ്ങനെ ഞങ്ങൾ അടികൂടി പോവാ. ഇതിലാണ് ഇതൊരു എക്സൈറ്റ്മെന്റ് ഉള്ളൊരു നമുക്കൊരു എന്താ പറയാ ഗുഹന്റെ ഉള്ളിൽ കൂടി കുനിഞ്ഞു പോയ ഒരു ഫീലേ ഗൈസ്. ഹലോ ഇത് രസം അതിനുള്ളിൽ കൂടി വരാ ഇതാ രസം. അയ്യോ ഇത് ഗൈസ് ഇത് ഇനി കുഞ്ഞു കാരണം ഇതിനെ കൊണ്ട് പറ്റില്ല ഗൈസ്. വ്ളോഗറിനെ ഇത് കൊണ്ടുപോവാ വ്ളോഗറിന് പണി വളർത്താ. അച്ഛാ കയ്യോ എന്ത് വിളിച്ചു വിളിച്ചടാ. ഓക്കെ താങ്ക് യു. ഇത് ഒരു നമുക്ക് ഇക്കുടിന് പോയത് നെരപ്പായ റോട്ട് കൂടി ഇത് റിസ്ക്കാ. നോക്കി കേൾക്കേ ഇത് റിസ്ക് ആട്ടാ. ആരും ഇത് അനുഗ്രഹിക്കരുത്, കാരണം ഇത് ഭയങ്കര സീനാണ് ഗൈസ്. ഭയങ്കര സീൻ വെച്ചാൽ ഭയങ്കര സീൻ. എന്താ പറയാള് വളരെ എക്സൈറ്റ്മെന്റ്, വളരെ ഒരു ആങ്സൈറ്റി കൂടിയാണ്. ഒരു അടിപൊളി വ്യൂ കേട്ടോ. ഞങ്ങൾ ഇതാട്ടോ കയറി വന്നേ. എല്ലാവരും കയറാൻ പറ്റുന്നവർ ഇങ്ങോട്ട് വരണമെങ്കിൽ പരമാവധി കയറി നോക്കണം. ഇത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ലൈഫിലെല്ലാം എക്സ്പീരിയൻസ് ചെയ്യുന്നതല്ലാണ്. എല്ലാവരോടും വെള്ളമൊക്കെ എടുത്ത് വരാൻ പറഞ്ഞു. എല്ലാവരോടും ഒരു ഞങ്ങൾ മറന്ന കാര്യം എന്താ വെച്ചാൽ വെള്ളം കുപ്പിയെടുക്കാൻ മറന്നുപോയി. കയറി കുഴപ്പമുണ്ട്, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ഇങ്ങോട്ട് വരുമ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ എന്തായാലും മസ്റ്റ് കയ്യിൽ കരുതാം. ഞാനത് കുറേ കാലത്തേക്ക് മേലനങ്ങിയിട്ട് അതുകൊണ്ട് ഒരു പോട്ടി വയ്യ. അപ്പോൾ എന്തായാലും വയസ്സായിരിക്കുന്നു ഇത് കുടിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ കൂടെ വേറെ കുറച്ച് ആൾക്കാരുണ്ടായത്, അവരിവിടെ എത്തിയിരുന്നു ഗൈസ്. പക്ഷേ ഇതൊക്കെ ഒരു ഫീല് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ചെയ്ത് നോക്കേണ്ടതാ. എന്താ പറയാളേ? ഞാൻ പറയണ്ടേ, ഇനി ആരെങ്കിലും ഇതിൽ കയറാൻ വരുമ്പോ
നമ്മൾ ഇതിനും വലിയ കാറ്റിന് അവിടെ സംഭവം കേറാൻ പോവാണ് അടുത്ത് അങ്ങോട്ടാ പോണേ. വണ്ടിക്ക് അപ്പൊ എല്ലാരും ഇങ്ങോട്ട് വരുന്നവർ മസ്റ്റ് ആയിട്ട് വെള്ളം കൊണ്ടുവരാം. ഞങ്ങൾക്ക് പറ്റിയ പൊട്ടത്തരാണ്. ഈ താഴത്തേക്ക് ഇതേമാതിരി ഇറങ്ങുമ്പോഴത്തേനും വയ്യാതാവും ഗൈസ്. പിന്നെ വണ്ടിയിൽ വെള്ളം ഉണ്ടല്ലോ എന്നുള്ളൊരു സമാധാനമാണ്, ഒരു പ്രതീക്ഷ. എന്താ പറയല എനിക്ക് ഒന്നും പറയാല്ല. പിന്നെ വെള്ളം കുപ്പി കൊണ്ടുവരുന്നവര് വെള്ളം കുപ്പി തിരിച്ചു കൊണ്ടുപോവാ. ഇവിടെ ഇതേമാതിരി നമ്മളെ ആൾക്കാർ കാണാൻ വരുന്ന സ്ഥലത്തൊന്നും ഇങ്ങനെ ഇടയില്ല. കണ്ടോ, ഇവിടെ കുറച്ച് വെള്ളം കുപ്പി ഇവിടത്തേന് ഇട്ട് പോയിക്കണം എല്ലാവരും കുടിച്ചതിന് ശേഷം. അപ്പോൾ എല്ലാവരും പരമാവധി ശ്രദ്ധിക്കുക, വെള്ളം കുപ്പി ഒന്നും ഇവിടെ ഇടാതിരിക്കുക. കാരണം ഇവിടെ കുരങ്ങന്മാരും അങ്ങനത്തെ ആൾക്കാർ, ജീവികൾ കുറെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊരു ഇതാവരുത് ഗൈസ്. അവിടെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഹലോ, അവിടേക്ക് എത്താൻ പറ്റുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല. ഇവിടെ വെച്ചിട്ട് ഈ ഒരു യാത്ര അവസാനിപ്പിച്ചാലോ എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എന്തായാലും കാണാൻ പറയും. കാരണം ഇത് അവർക്ക് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നഷ്ടമാണ്. കാരണം അത്രക്കും കേറി വന്ന ഒരു വീഡിയോ ആണ് ഇത്. നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, കാരണം ഞങ്ങൾ ചങ്ക് പൊട്ടി വരിക്കൂ. കാരണം കണ്ടില്ല ഗൈസ്, നേരത്തു. അതെ, ഇനി ഗൈസ് അതിന്റെ മുകളിൽ കയറാൻ പോട്ടോ. എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലെന്ന് ഞാൻ നോക്കട്ടെ. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പിക് ആയിട്ടുള്ള മല. യെസ്, അങ്ങനത്തെ പറഞ്ഞത് സാധിക്ക് തന്നെ പറഞ്ഞേ. അപ്പൊ നമുക്ക് കയറാൻ പറ്റില്ല എന്നുള്ളത് നോക്കാം. എന്നെ കൊണ്ട് വൈദ്യ കഴിഞ്ഞപ്പോ തന്നെ വയ്യാതെ എവിടുന്ന് ഔട്ടാവുന്ന് അറിഞ്ഞ് കാണാം. എന്ത് പറയാനുള്ളേ? ഇതുവരെ വന്ന ഒരു അടിപൊളിയല്ലേ? ഇതുവരെയുള്ള റിവ്യൂ എന്താ പറയാനുള്ളേ? മോനെ വേറെ മസ്റ്റ് ട്രൈ. ഡ്രസ്സുകൾ ഉപയോഗിക്കുക, അതുപോലെ ബുദ്ധിമുട്ട് അതെ, ബുദ്ധിമുട്ട് കയറാൻ നിൽക്കരുത്. എല്ലാരും പരമാവധി എന്ത് ചെയ്യണം, ടൈറ്റ് കുറഞ്ഞ് ഡ്രസ് ഇട്ടിട്ട് ഇതാക്കാം. ഗൈസ് കാണാൻ രസം കിട്ടും, പക്ഷെ ക്ലൈമറ്റ് ഒന്നും പാടി തണുപ്പ് വേണ്ടിയത്. അപ്പൊ ഇവിടെ തന്നെ. അപ്പൊ കാശിമോൻ ആദ്യം ഇവിടെ വന്ന് പോയതിന്റെ ഫോട്ടോ കാണിച്ചു തരാണ്. കാണിച്ചെടുത്താ ആ പാറമ കയറി കാണിക്കണം കേട്ടോ. അപ്പൊ നമ്മളാ പാറമ പരമാവധി കയറാൻ ശ്രമിക്കും. അപ്പൊ എല്ലാരും എന്താ ചെയ്യേണ്ടത്, ചെങ്ങടി വരുന്നത് എന്തായാലും ഒരു കുപ്പി വെള്ളം എന്തായാലും കൈ കരുതാ. ഭയങ്കര ടാസ്ക്. അപ്പൊ തന്നെ വയ്യാതെ ഇവിടെ കട അല്ലേ, ഇവിടെ കട ഇടണോ? അതോ അവിടെ പോയിക്കോ. അവിടെ പോയി മരിക്കുന്നു. 10 സെക്കൻഡ് കൊണ്ട് അറ്റാക്ക് ഒന്ന് വഹിക്കുന്നതാണ് ശാസ്ത്രം പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്താ കേട്ടിട്ടുള്ളേ അത് അഭിപ്രായം പറയാ, കമന്റ് ചെയ്യാ. ഓക്കെ, കുറച്ച് വെള്ളം തരും. ഇവിടെ ഒരു കട ഇടാൻ എത്ര ലാഭം കച്ചവടം ഉണ്ടാവും അവർക്ക്. കാരണം എന്തായാലും അതിന്റെ മേലെ കയറാൻ പറ്റുകയാണെങ്കിൽ ലൈഫിൽ ഏറ്റവും വലിയ ഒരു വ്യൂ നമുക്ക് കാണാം. അത് കയറാൻ നോക്കിയല്ലോ നമുക്ക്. ആർക്ക് ധൈര്യമുള്ളത്? വേണ്ട, അടുത്ത് പോലും ഇറങ്ങി ഒരു വയ്യുണ്ട് ഇങ്ങനെ പോണാ. പിടിച്ചു. നിങ്ങൾ ആരും ഉണ്ടെങ്കിൽ ഞാനും വരും. എന്നാ പോവാ, ഞങ്ങൾ മല കയറാൻ പറ്റുമോ നോക്കട്ടെ. ശ്രമിക്കാം, ഉറപ്പ് വരുന്നില്ല. അതിന്റെ മേലെ കയറാ. ആ, അതിലൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിൽ. എന്നിട്ട് നമ്മൾ ആണുങ്ങളായി നമ്മള് കയറാൻ പറ്റില്ല, മോശമാണ്. എനിക്കെന്താ പറയാ, അതിന്റെ മേലെ കയറാൻ പറ്റും എനിക്ക്? പറ ഇങ്ങോട്ട് നോക്കി പറ. ആ മാഷാ അല്ലാ, ചെക്കൻ കേറുന്നുള്ള ഒരു പ്രതീക്ഷ വന്നിട്ടുണ്ട്. എനിക്ക് അതിന്റെ മേലെ കയറാൻ പറ്റുമോ? അല്ല പിന്നെ ഞാൻ വെള്ളം തല്ലിട്ട് എക്സ്പീരിയൻസ് മച്ചനോട് ഉയർത്താൻ പറഞ്ഞു. ഈ പറഞ്ഞാലൊരു ആണ്ട് പോവാ.
അവരുണ്ട് ആയിക്കോട്ടെ വാ വാ നിങ്ങളെ ചെറുതും വരുമ്പോ ഞങ്ങള് വലുതുമേ വാ വാ കളിക്കണ്ടേ വാ അതൊന്നും പണ്ട് കളിച്ചു അവിടുന്ന് അതിനെക്കാട്ടി നല്ല പോലെ കാണൂല. 1000 കാണാൻ നിൽക്കും മുതലാണ് എന്തെങ്കിലും കാണണം വരി. അതല്ല 1000 രൂപ കൊണ്ടൊന്നും ആയില്ലേട്ടാ. അതൊന്നും കണ്ടിട്ട് പോയി കയറാം. അത് നമുക്ക് അമ്മ കണ്ടിട്ട് കയറി അവിടെ പോയി നിർത്തിയാൽ മതി. അത് നമ്മള് ഞങ്ങള് പോയി കയറാൻ പോവാ. അപ്പൊ എക്സൈറ്റഡ് ഞങ്ങൾ ഈ മല കയറാൻ പോവാണ്. എന്താ പറയുക ഇതിമ കയറുമ്പോ ഫോണൊക്കെ മിക്കവാറും എടുത്ത് വെക്കേണ്ടി വരും. പരമാവധി ഫോണൊക്കെ എടുത്ത് വെച്ച് കയറേണ്ടി വരും. ചന്ദ്രികേ അവരടത്തിലുള്ളൂ. ആ ഇവ കയറുന്നുണ്ടെങ്കിലേ കുറച്ച് തൊലിയുറപ്പ് വേണോ. എന്താ ചിലപ്പോ തലയിറങ്ങും, ചിലപ്പോ കാറ്റെന്ന് ഞാൻ കഴിഞ്ഞ് ഒരു സെൽഫി എടുക്കുക. നമ്മള് സെൽഫി എടുത്തിട്ട് ആണോ നമുക്ക് അവിടെ സെൽഫി വേറെ ഫോട്ടോ എടുക്കില്ലേ? എവിടെ അതിന്റെ മേലെന്നാ അതിന്റെ മേലെടുത്താ ഞാൻ നിരത്തിൽ പോയി നിൽക്കുന്ന കാര്യം ഉണ്ടാവില്ലുള്ളൂ. നോക്കാം. കാരണം അതിന്റെ മേലെ പോയിട്ട് എടുത്ത് ഞാൻ സീനാവും. കാരണം അവിടുന്ന് എടുത്ത് കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. നമ്മൾ അത്രക്കും മേലെ എടുത്താന്ന് ആർക്കും മനസ്സിലാവില്ലല്ലോ. ലേസ് അടിക്കാം. അത് ചവിട്ടി വെക്കണ്ടട്ടാ. സൈക എക്സൈറ്റഡ്. എനിക്ക് പറ്റും തോന്നുന്നു ചേട്ടാ. സൈക ഇത് സീൻ കോൺട്രാസ്റ്റ് ആണ്. ക്യാമറ അവരെത്ര ദൂരത്തിട്ട് ഞങ്ങളെ കാട്ടി ഇങ്ങോട്ട് വരാറില്ലേ? ഫോട്ടോ ഇവിടെ കുരങ്ങുണ്ടായിരുന്നു ഗൈസ്. ആ പോണു കുരങ്ങൻ കുരങ്ങൻ പോകുന്നു. അവിടുന്ന് വീണ നേരെ ഇവിടെ ഉണ്ടാവും. ഇതിലുണ്ടാവും. ഇരുന്നോ ആരും ഒന്നും പറയില്ല. സാധിക്ക് കേറാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ്. തളരല്ലേ രാമൻകുട്ടി, തളരല്ലേ. അവരും അവിടെ ഉണ്ട്. മോനെ ഗൈസ്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ഗൈസ്. എന്താ പറയാ വെച്ചാല് ആയി നോക്കി ഗൈസ്. ഇവിടെ വീട് കഴിഞ്ഞാല് ഒരു പൊടി പോലും കിട്ടില്ല ഗൈസ്. അത്രയും ഹൈറ്റിലാണ് നിൽക്കണേ. ഏകദേശം ആ പാറന്റെ ലെവലുണ്ട്. ഇവിടുന്നൊക്കെ വീട് കഴിഞ്ഞിട്ടല്ല. ഏഞ്ചിലാണോ ആൻമേരിയിലെ ദുൽഖർ പറഞ്ഞേരി കുറെ ആൾക്കാരുണ്ട് ഇവിടെ കേസ്. ആൾക്കാര് അവിടെ നമ്മള് വന്ന് ബാക്കിയുള്ളവരെ കാണിച്ചിട്ട് കേട്ടോ. ഓ നിക്കണേ അവരാണ്ട് അവിടെ നിക്കണേ ഗൈസ്. ഓവർ പാക്ക് കൊല്ലട്ടോ. അതുകൊണ്ട് ഉരുണ്ടാണ്ട് പോവേ.
ഒരു പിന്നൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മൾ വീണ്ടും 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 മേലോട്ട് ഉയരങ്ങളിൽ എത്തുന്തോറല്ലേ ചായക്ക് മധുരം കൂടാ എന്ന് പറഞ്ഞ പോലെ ഉയരം കയറി ഉയരം മൊച്ചുണ്ടത് ഗൈസ്. അപ്പൊ ഇനി മേലെ തിരി വീട് കണ്ടു ഇവിടുന്ന് കയറുമ്പോ വീട് മൊച്ച ഫോണിൽ പോയി കഴിഞ്ഞാൽ സീന മൊച്ച ഗൈസ്. ഒരുപാട് ഉള്ളിലേക്ക് ഇറങ്ങി വന്നിട്ട് ഗൈസ്. ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം ഗൈസ്. സെറ്റാണ് ഗൈസ് സംഭവം. അന്തന്മാർക്ക് മിസ്സായി ഇത്. അതൊന്ന് പോയിട്ട് കാര്യം 1600 രൂപ എടുത്തിട്ട് നോക്കാം. സെറ്റ് അയ്യോ അതിന്റെ ഉള്ളിൽ കൂടെ വന്ന് ആരും അറിയില്ല ഞങ്ങളിവിടെ ഉണ്ടോ. ഓ ഇത് ഫോണിൽ കൂടി കാണുമ്പോ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നില്ല, പക്ഷെ ഇത് നേരിട്ട് കാണാനുള്ള ഓ ശരിക്കും എന്താ ഓയ്യോ ഇതില്ല. മാഷാഅല്ലാഹ് അടിപൊളി മക്കളെ, അടിപൊളി. എന്ത് രസം അറിയിക്കാണ് വിശാലമായ സ്ഥലം. മെല്ലെ പോയിക്കോ, മെല്ലെ നോക്കി പോയിക്കോ. ഇവിടെ നീ കോടം കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാവൂലേ. അപ്പൊ തന്നെ എന്ത് രസം എന്നറിയോ. നിങ്ങൾക്ക് എത്രത്തോളം എന്ത് രസം അറിയോ. അതൊക്കെ പ്ലാസ്റ്റിക് ചെടി വെച്ച മാതിരി അത്രക്കും രസം കിട്ടാ ഗൈസ്. ഇതെങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നെന്ന് അറിയില്ല. എനിക്ക് എന്താ പറയാനുള്ളത് കണ്ടിട്ട് ആദ്യത്തില്ല. ഇതൊക്കെ എക്സ്പീരിയൻസ് തരില്ലേ പിന്നെ എപ്പല്ലേ. ശബ്ദം കേൾക്കണോ അവിടെ എത്തോ. കാണാനേ ഫോട്ടോ വീഡിയോ എടുത്താ ഇത്രക്കു എത്രത്തോളം അടിയിലാണെന്ന് ഞാൻ കാണിച്ചരാ. ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ എന്താണെന്നുള്ളത് കാണിച്ചരാ. അത്രക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് ഓ ഗൈസ് ഇത് കാണേണ്ടത് തന്നെ. പക്ഷെ കുറച്ചും കൂടി കോടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല ഗൈസ്. അത്രക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇത്രക്കും ഉയരങ്ങളിൽ കയറണേ. ജീവിതത്തിൽ ഉയരത്തിൽ എത്തിയിട്ടില്ലെങ്കിലും ഉയരങ്ങളിൽ കയറാൻ പറ്റിയിട്ടുണ്ട്. ഇത്രക്കും ഉയരത്തിൽ ഞാൻ ആദ്യമായിട്ടാണ്. കാരണം എല്ലാ ഉയരത്തിൽ കയറാൻ ഇതിനൊക്കെ പേടിയാണ്, പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര ഉയരത്തിൽ കയറുന്നത് ഗൈസ്. അപ്പോൾ അത്രക്കും എക്സൈറ്റ്മെന്റിലാണ് ഗൈസ്. അപ്പോൾ ഇങ്ങനെ നോക്കി എത്ര പോയി ആഴാന്ന് ഇവിടത്തേക്ക് വീട് കഴിഞ്ഞാൽ പൊടി പോലും എടുക്കാണ്ടാവില്ല ഗൈസ്. മാഷാഅല്ലാഹ് അത്രക്കും രസമുണ്ട് കാണാൻ. ഇതൊക്കെ ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വന്ന് കാണേണ്ടതാണ്. നമ്മൾ എത്ര പോലെ സ്ഥലങ്ങളുണ്ട് ഇതിനെക്കാട്ടി അപ്പുറം, നിങ്ങളൊരു ഇതിനെക്കാട്ടും വലിയ നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഗൈസ് ഇത്രക്കും നല്ല ഒരു വ്യൂ കാണുന്നത്. അതുകൊണ്ടുള്ള എക്സൈറ്റ്മെൻ്റ് ആണ് ഗൈസ്. അപ്പോൾ നിങ്ങളെയൊന്ന് കണ്ടു നോക്കി. ഇതിപ്പോൾ നിങ്ങൾക്ക് ഫോൺ വീഡിയോ കാണുമ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇത് നേരിട്ട് കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് മാഷാഅല്ലാഹ് അടിപൊളിയാണ്. അൽഹംദുലില്ലാ. എന്തായാലും പഠിച്ചവന് ഇങ്ങനെ കാണാൻ പറ്റിയ ഇതിന് പഠിച്ചവനെ സ്തുതിക്കുന്നു. അപ്പോൾ അത്രക്കും എക്സൈറ്റ്മെൻറ്റിലാണ്. ഞങ്ങൾ വാട്ടിൽ രാവിലെ പോയ സ്ഥലങ്ങളൊന്നും ഞങ്ങൾക്ക് അത്ര പറ്റില്ല, പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. അത്രത്തോളം അടിപൊളിയാണ് ഗൈസ്. പക്ഷെ ഇവിടെ കുറച്ചും കൂടി തണുപ്പും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സീസൺ എപ്പോഴാണെന്ന് അറിയില്ല, ഇടുക്കിയിൽ എപ്പോഴാണ് സീസൺ എന്നറിയില്ല. പക്ഷെ സീസണിൽ ഇങ്ങോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഗൈസ് അവർക്ക് മുതലാവും. കാര്യം പറയാം, അവർക്ക് പക്കായിരിക്കും. അടിപൊളി സ്ഥലം, ഒന്നൊക്കെ പറയാനില്ല. അത്രക്കും അടിപൊളി മാഷാഅല്ലാഹ്, അത്രക്കും അടിപൊളിയാണ്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ. വേണ്ട എന്റെ മോനെ അപ്പുറത്തുണ്ടോ, അവിടെ അടിപൊളിയാ. അവിടെ അവിടെ സഹായിക്കാ. ഓ എല്ലാവരും ഫോട്ടോ എടുക്കല്. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതൊക്കെ വന്നിട്ട് കാണണം. എൻ്റെ ബാക്ക് ഭാഗത്ത് കണ്ടില്ലേ,
അടിപൊളി കേട്ടോ. ഞങ്ങള് വെറുതെ ഉള്ളിൽ കൂടി ഇങ്ങോട്ട് ഇറങ്ങി, അതിനുള്ളിൽ കൂടി കഷ്ടപ്പെട്ട് അതിനുള്ളിൽ കൂടി ഇറങ്ങി വന്നോട്ടോ. അപ്പൊ ഇനി ഇവിടക്കൊക്കെ ഉണ്ട്, ഇവിടക്കൊക്കെ ഒന്ന് പോയട്ടെ. എടാ ഇവിടെ ഗ്യാപ്പ് ഉണ്ടാ, ഇവിടെ പോയക്കാ അല്ല ഇവിടെ വേറെ അവിടെയാണ് ഇങ്ങോട്ടും കേട്ടോ ഗൈസ്. ഒറ്റക്കുള്ളൂ, ഒറ്റക്ക് പോയവിടെ എന്താ കാണാനല്ലോ പോയ കേട്ടോ ഗൈസ്. അത്രക്കും എക്സൈറ്റ്മെന്റിലാണ്. ഒന്നും പറയില്ല ഗൈസ്. അതുകൊണ്ട് ഇവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ട് കേട്ടോ, ഇവിടുന്നൊക്കെ അടിക്ക് അത്രക്കും ആയാണ്. അപ്പോ ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. ഞാനത് ശ്രദ്ധിച്ചിട്ടില്ലല്ലോ ഗൈസ്. ഒയ്യോ അൽഹംദുലില്ലാ കഴിച്ചില്ല. ഇവിടുന്ന് ഒന്നും പറയില്ല, അവിടെ അടിക്ക്. ഓ മാഷാ അല്ലാഹ്. ബാക്കിയുള്ളവർ ഞങ്ങളെ കൂടുതലവരൊക്കെ വന്നിട്ടാ. അപ്പൊ അവരൊക്കെ കാണിച്ചു കൊടുക്കാച്ചിട്ട് വന്ന് എങ്ങനെയുണ്ട്? എക്സൈറ്റഡ്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എന്ത് പറയാ നിങ്ങക്ക്? ഒന്നും പറയില്ല. മറ്റിപ്പം പറഞ്ഞാല് ലോകത്തില് സ്വർഗം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നൊക്കെ പറഞ്ഞാല് എന്താ ഇനി കോടമ്പാടി ഉണ്ടെങ്കിൽ സെറ്റോ. എക്സൈറ്റ്മെന്റ്? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതാണ് കാണണ്ടേ. കാട്ടുകൂടി കുഞ്ഞി നൽകി കഥലൊക്കെ പോലിക്കൊരു കയ്യര്, ഒരു കൈ തരൂ, കൈ തരൂ. അയ്യോ ഇങ്ങനെ ഐതിഹാസികമായി എല്ലാരും താഴോട്ട് ഇറങ്ങിയിരിക്കുന്നു. ഞങ്ങൾ മല ടോപ്പിൽ പോയിട്ടോ. അവിടെ ഇപ്പൊ താഴത്തേക്ക് അപ്പൊ ഏറ്റവും താഴത്തേക്ക് എത്തി. താഴത്തെത്തി ഗൈസ്. ഇങ്ങനെ താഴോട്ട് ഇറങ്ങി പോവുകയാണ് ഗൈസ്. സുഭാഷ് പാടി പുൻകാന കാന നിன்று எந்தன் காதல் என்னவென்று சொல்லாமல் ஏங்க அழுகை வந்தது. எந்தன் சோகம் உன்னை தாக்கும் என்றெண்ணும் போது வந்த அழுகை நின்றது. மனிதர் உணர்ந்து கொள்ள இது மனித ഉണ്ണിക്കുട്ടോ. ഓ കാല് കടഞ്ഞിട്ട് കുറുകുന്ന സാദിക്ക് ആദ്യം കുറുക്കുക ഇങ്ങനത്തെ ഒന്നും കാണുന്നു വരില്ല. കാണിച്ചു കൊടുക്കാനുള്ള ഏക മാർഗത്താണ്. ഉണ്ണിക്കുട്ടോ. സുഭാഷ് ഉണ്ണിക്കുട്ടോ. അഭിരാമിയെ താരാട്ടുകാരിയെ எந்தன் காதல் என்னவென்று சொல்லாமல் ஏங்க அழுகை வந்தது. எந்தன் சோகம் உன்னை தாக்கும் என்றெண்ணும் போது வந்த அழுகை நின்றது. ഹലോ ഗൈസ്, അപ്പൊ എങ്ങനെയായി നമ്മുടെ ടൂറ്? പൊളിച്ചില്ലേ? അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ. നമ്മളെ അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം.